Morning. So we were discussing the speech by Dr. B.R. Ambedkar, his speech at Mahad. So we are discussing today the speech by him at Mahad. So he starts his speech. Gentlemen, you have gathered here today in response to the invitation of the Satyagraha Committee. As the chairman of the committee, I gratefully welcome you all. So he says he's the chairman of the committee and he is welcoming all the members who reached there. Many of you will remember that the 19th of last March of all of us came to the Chowda Lake here. The caste Hindu of Mahad had laid no prohibition on us, but they showed they had objections to our going there and the attack they made. The fight brought results that one might have expected. The aggressive caste Hindus were sentenced to 4 months rigorous imprisonment and are now in jail. If we had not been hindered on 19th March, it would have been proved that the caste Hindu acknowledged our right to draw water from the lake and we should have had no need to begin our present undertaking. So he says, and he starts his speech by recalling the last 19th March experience. So കഴിഞ്ഞ മാർച്ച് 19th സോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോരുത്തരും ചൗദാർ ലേക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അദ്ദേഹം പറയാണ് ഇവിടുത്തെ കാസ്റ്റ് ഹിന്ദുസിന് നോബൽ സൈഡിൽ വന്നിരുന്ന കാസ്റ്റ് ഹിന്ദുസിന് ദർ ഇസ് നോ പ്രൊഹിബിഷൻ ഓൺ അസ്, നമ്മളിൽ എന്തില്ല, ഒരു എതിർപ്പുമില്ല ആൻഡ് ഒബ്ജെക്ഷൻസ് ഇല്ല. ബൈ ദ അറ്റാക്ക് they made. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ടായി, നമ്മൾ അങ്ങോട്ട് വെള്ളം എടുക്കാൻ പോയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ആക്രമിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. The fight brought results that might have expected. സോ ആ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പല ഹിന്ദുസും എവിടെയാണ്, ജയിലിലാണുള്ളത്. സോ അങ്ങനൊരു സിറ്റുവേഷൻ അറ്റാക്ക് ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സത്യാഗ്രഹം അല്ലെങ്കിൽ ഇങ്ങനൊരു ഇവൻറ്റ് ഇവിടെ നടക്കില്ലായിരുന്നു. Unfortunately, we were thus hindered and we have been obliged to call this meeting today. This lake at Mahad is public property. The caste Hindus of Mahad are so reasonable that they not only draw water from the lake themselves, but freely permit people of any religion to draw water from it. And accordingly, people of other religions, such as the Islamic, do make use of this permission. Nor do the caste Hindus prevent members of species considered lower than the human, such as birds and beasts, and drinking at the lake. Moreover, they freely permit beasts kept by untouchables to drink at the lake. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്, പറയുകയാണ് ഇവിടെ ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടായത് തന്നെ അൺഫോർച്ചുനേറ്റ്ലി ആണ്. മീൻസ് ഇങ്ങനൊരു മീറ്റിംഗ് മനഃപൂർവ്വം ഒരു സത്യാഗ്രഹം അല്ലെങ്കിൽ ഒരു വയലേഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് എന്താണ്, ഓരോ വ്യക്തിക്കും എന്തുണ്ട്, റൈറ്റ് ഉണ്ട്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിന്നും എന്ത് ചെയ്യാൻ, അത് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു റൈറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, തടഞ്ഞിരിക്കുകയാണ്. സോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ
അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ചെയ്യാതിരിക്കാനും പറ്റില്ല. ദ കാസ്റ്റ് ഹിന്ദുസ് എന്താണ് ചെയ്യുന്നത്? അവർ ആരെയും തടയുന്നില്ല, പക്ഷെ നമ്മളെ വെള്ളം എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഈവൺ എനിമൽസ്, ബീസ്, നമ്മൾ ഓരോരുത്തരും എനിമൽസ് പോലും എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്. പക്ഷേ ചില വിഭാഗം മനുഷ്യർക്ക് എന്തില്ല? അതിനുള്ള റൈറ്റ് ഇല്ല. കാസ്റ്റ് ഹിന്ദുസ് ആർ ദ വെരി ഫൗണ്ട്സ് ഓഫ് കമ്പാഷൻ. They practice no himsa and harass no one. They are not of the class miserly and selfish folk who would grudge even a crow some grains of the food they are eating. The proliferation of sannyasis and the mendicants is a living testimony to their charitable temperament. So നമ്മളുടെ the കാസ്റ്റ് ഹിന്ദു. സോ കാസ്റ്റ് ഹിന്ദുസ് മീൻസ് അന്ന് കാലത്തുണ്ടായിരുന്ന ഉയർന്ന ഹിന്ദു മതത്തിൽ ഉയർന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ. പറയുമ്പോൾ അവരൊക്കെ എങ്ങനെയാണെന്നാണ് പറയുന്നത്? എല്ലാവർക്കും വളരെയധികം നന്മ മാത്രം ചെയ്യുന്ന, ഹിംസ ഒട്ടും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത വിഭാഗം ആൾക്കാരാണ്. ഒരു ഗ്രന്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഒരു ആളെ ഉപദ്രവിക്കണമെന്ന് പറയുന്നില്ല. എന്നിരുന്നാൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ സമൂഹത്തിൽ മനുഷ്യരെ വേട്ടയാടുന്നത് എന്താണ്? പതിവാണ് അല്ലേ? സോ നമുക്കൊക്കെ അറിയാം എന്താണ്? ഒരു മതഗ്രന്ഥത്തിലും ഒരാളെയും വേദനിപ്പിക്കാൻ പറയുന്നില്ല. റിലീജിയസ് മെറിറ്റ് ആൻഡ് ഇൻജുറി ടു അനദർ ആസ് എ സിൻ. സോ മറ്റൊരാളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ഈ കാസ്റ്റ് ഹിന്ദുസിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ഗ്രന്ഥത്തിൽ പോലും അതൊരു സിന്നാണല്ലേ. Even further, they have imbibed the principle that injury done by another must not be repaired but patiently endured, and so they not only treat the harmless cow with kindness but spare harmful creatures such as snakes. That one Atman of spiritual self dwells in all creatures has become a settled principle of their conduct. Such are the caste Hindus who forbid some human beings of their own religion to draw water from the same Chowda lake. One cannot help asking the Christian, why do they forbid us alone? So എന്താണ്? ഈവൻ എനിമൽസ് പോലും അവിടെ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് അവിടെ സ്വന്തം കാറ്റഗറിയിൽ വരുന്ന മനുഷ്യരായി അൺടച്ചബിൾ ആയിട്ടുള്ള ഈ ഒരു മനുഷ്യർക്ക് ചൗദാർ ലേക്കിൽ നിന്ന് എന്തുകൊണ്ട് വെള്ളം എടുത്തുകൂടാ എന്ന് ചോദിക്കാൻ പോലും ഇവിടെ എന്തില്ല? ഒരാളും ഇല്ല. സോ ഈ ഒരു ലോകം എന്ന് പറയുന്നത് ദാറ്റ് വൺ ആത്മാൻ ഓർ സ്പിരിച്വൽ സെൽഫ് ഡ്വെൽസ് ഇൻ ഓൾ ക്രിയേച്ചേഴ്സ്. എല്ലാ മനുഷ്യരിലും ഒരു ആത്മാവിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ എന്തുകൊണ്ട് ഇങ്ങനെ ഉള്ള ഒരു കാറ്റഗറൈസേഷൻസ്, എന്തുകൊണ്ട് ഇവർക്ക് വെള്ളം എടുത്തുകൂടാ? സോ അത്തരത്തിലൊരു വിഭാഗീയത എന്തിനാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ നമ്മളുടെ ഹിസ്റ്ററിയിൽ തന്നെ ദളിത് ആ ഒരു ഹിസ്റ്ററിയിൽ തന്നെ ഉള്ള വലിയൊരു റെവല്യൂഷണറി ഒരു സ്റ്റെപ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മഹത് സത്യാഗ്രഹ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം അംബേദ്കർ ഹീസ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് എന്ത് ചെയ്തിട്ടുള്ള ആളാണ്? സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളാണ്. ഹി ഓൾസോ അദ്ദേഹം എങ്ങനെയാണ്? അദ്ദേഹം വളർന്നിട്ടുള്ളതൊരു മഹത് ഫാമിലിയിലാണ്. It is essentially that all should understand thoroughly the answer to the question. Unless you do, I feel you will not grasp completely the importance of today's meeting. The Hindus are divided according to sacred tradition into 4 castes, but according to custom into 5: Brahmins, Kshatriyas, Vaishyas, Shudras and Adishudras.
The caste system is the first of the governing rules of the Hindu religion. The second is that the castes are of unequal rank. They are ordered in a descending series on each manner and then the one before. സോ ഇദ്ദേഹം എന്താ പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, സോ ഓരോ ആൾക്കാരിലും എന്തുണ്ട്, ഇന്നത്തെ ഒരു മീറ്റിംഗ്, സോ ഇന്നത്തെ ഈ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മൾ ഈ ചൗദാർ ലേക്കിൻ്റെ അടുത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ദ ഹിന്ദുസ് ആർ ഡിവൈഡഡ്. ഹിന്ദുസ് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്, ദേ ആർ നോട്ട് ഈക്വൽ ഇൻ ദ സൊസൈറ്റി ആൻഡ് ദേ ആർ ഡിവൈഡഡ് ആസ് 5 അല്ലേ. ബ്രാഹ്മിൻസ് ഉയർന്ന വിഭാഗം, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, ശൂദ്രാസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരെ ഡിവൈഡ് ചെയ്തപ്പോൾ ഈ ഡിവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫീലല്ല ഉള്ളത്. പലരും അൺഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ നിലകൊള്ളുന്നത്. സോ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പരസ്പരം റൂൾ ചെയ്യാൻ അല്ലേ, അങ്ങനെ കുറച്ചൊരു ഉയർന്ന വിഭാഗം ആൾക്കാർക്കായിരുന്നു താഴ്ന്ന വിഭാഗം ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുണ്ടായിരുന്ന ഒരു റൈറ്റ്. നോ